അലീനയെ കാണാനായിട്ട് ഗ്രേസി അമ്മയും മാമച്ചായനും രേവതിക്കുട്ടിയും കൂടെ എത്തിയിരിക്കുകയാണ്. അലീനയെ കാണുന്നതും വളരെ സന്തോഷവും സങ്കടവും എല്ലാം കൂടി ഇടകലർന്ന് ഇപ്പോൾ അലീനയെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് രേവതിക്കുട്ടി. അവരങ്ങനെ അകത്തേക്ക് വന്നിരിക്കുകയാണ്. ഗ്രേസി അമ്മ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട് അലീനയെ ഒന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോട്ടെ എന്ന്. അതിന് കൊണ്ടുപോകാൻ മേലെ, എത്ര കാലമായി പോകും പോകും എന്ന് പറയുന്നു, അതിന് ശല്യം ഒന്ന് പോയി തരണ്ടേ എന്നൊക്കെ അവരുടെ മുന്നിൽ നിർത്തി ഇങ്ങനെ അപമാനിച്ച് പറയുകയാണ് വൈജയന്തി. ഇതെല്ലാം മുകളിൽ നിന്ന് ബാലേന്ദ്രൻ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് അലീനയെ അവരുടെ കൂടെ പറഞ്ഞു വിടാൻ എനിക്ക് സമ്മതമല്ലെന്ന്. ഉടനെ വൈജയന്തി പറയുന്നുണ്ട് എനിക്കിവളെ ഇവിടെ നിർത്താൻ ഒട്ടും താല്പര്യമില്ല, ഇവളെ ഇവിടെ നിൽക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ കേട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങ് കൊല്ലപ്പള്ളിക്കാരുടെ രീതിയല്ല ഇവിടെ എനിക്ക് ഈ ബാലചന്ദ്രന് എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി പറയുന്നു എനിക്ക് ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ഇവളുടെ സമ്മതം മാത്രം മതി, വേറെ ആരുടെയും സമ്മതം വേണ്ട. ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതൊക്കെ അങ്ങ് കൈതക്കൽ മാളിക വീട്ടിൽ ചെന്നിട്ട് ചെയ്താൽ മതി, ഇവിടെ നടക്കില്ല. ഇവിടെ അലീനയ്ക്കെതിരെ ആരും ഒരു ചെറു വിരൽ പോലും അനക്കില്ല എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്.